ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് നാസിസം ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലർ എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത പോർഷനാണ്. ഹിറ്റ്ലേഴ്സ് റൈസ് ടു പവർ. എങ്ങനെയാണ് ഹിറ്റ്ലർ അധികാരത്തിലെത്തിയെന്നാണ് നമ്മളിനി നോക്കാൻ പോണത്. അപ്പം നമുക്ക് നോക്കാം. ദിസ് ക്രൈസിസ് ഇൻ ദ എക്കോണമി, പോളിറ്റി ആൻഡ് സൊസൈറ്റി ഫോംഡ് ദ ബാക്ക്ഗ്രൗണ്ട് ടു ഹിറ്റ്ലേഴ്സ് റൈസ് ടു പവർ. ഹിറ്റ്ലർ അധികാരത്തിനെത്താനുണ്ടായിരുന്ന ആ ഒരു പശ്ചാത്തലം, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അന്ന് ഫോം ചെയ്യപ്പെട്ട സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധിയും അതേപോലെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള പ്രതിസന്ധി കാരണമാണ്. Born in 1889 in Austria, Hitler spent his youth in poverty. Born in 1889 in Austria. ഹിറ്റ്ലർ ജനിക്കുന്നത് 1889 ഓസ്ട്രിയയിലാണ്. ഹിറ്റ്ലർ സ്പെൻഡ് ഹിസ് യൂത്ത് ഇൻ പോവർട്ടി. ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ യൗവനം ദാരിദ്ര്യത്തിലായിരുന്നു ചിലവഴിച്ചിരുന്നത്, സ്പെൻഡ് ചെയ്തിരുന്നത്. വെൻ ദ ഫസ്റ്റ് വേൾഡ് വാർ ബ്രോക്ക് ഔട്ട്, എപ്പോഴാണോ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്, ഹി എൻറോൾഡ് ഫോർ ദ ആർമി. അയാൾ എന്ത് ചെയ്തു? ആർമിയിൽ എൻറോൾ ചെയ്തു. ആക്റ്റഡ് ആസ് എ മെസ്സഞ്ചർ ഇൻ ദ ഫ്രണ്ട്. മുന്നണിയിൽ തന്നെ മെസ്സഞ്ചറായിട്ടും നിന്നു. ബിക്കേം എ കോർപ്പറലായി ആൻഡ് ഏൺഡ് മെഡൽസ് ഫോർ ബ്രേവറി. അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ബ്രേവറിക്ക് വേണ്ടി അദ്ദേഹം കുറേ മെഡൽസും നേടി. ദ ജർമ്മൻ ഡിഫീറ്റ് ഹോറിഫൈഡ് ഹിം ആൻഡ് ദ വേഴ്സ്ലീസ് ട്രീറ്റി മെയ്ഡ് ഹിം ഫ്യൂരിയസ്. ജർമ്മൻ്റെ പരാജയം അദ്ദേഹത്തെ പേടിപ്പെടുത്തി, അതേപോലെ വേഴ്സ്ലീസ് ട്രീറ്റി അദ്ദേഹത്തെ രോഷാകുലനാക്കി, അതായത് ദേഷ്യമുണ്ടാക്കി. ഇൻ 1919 ഹി ജോയിൻഡ് എ സ്മോൾ ഗ്രൂപ്പ് കോൾഡ് ദ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. 1919 അദ്ദേഹം ഒരു ചെറിയ ഗ്രൂപ്പ് ജോയിൻ ചെയ്തു. ആ ഗ്രൂപ്പിൻ്റെ പേരായിരുന്നു ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. ഹി സബ്സിക്വൻ്റ്ലി ടുക്ക് ഓവർ ദ ഓർഗനൈസേഷൻ ആൻഡ് റീനെയിംഡ് ഇറ്റ് ദ നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. അതായത് അദ്ദേഹം ആ ഒരു ഓർഗനൈസേഷനെ ഏറ്റെടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആയില്ലേ ഇപ്പം, ഇങ്ങനെ അദ്ദേഹം റീനെയിം ചെയ്തു. ആ ഒരു ഓർഗനൈസേഷനെ റീനെയിം ചെയ്തിട്ട് പേര് കൊടുത്തു നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന്. ദിസ് പാർട്ടി കെയിം ടു ബി നോൺ ആസ് നാസി പാർട്ടി. ഈ പാർട്ടിയാണ് നാസി പാർട്ടി എന്ന പേരിൽ അറിയപ്പെട്ടത്. In 1923, Hitler planned to seize control of Bavaria, march to Berlin and capture power. 1923 ഹിറ്റ്ലർ ബവേറിയയിൽ ഒരു കൺട്രോള് പിടിച്ചെടുക്കാനും ബെർലിനിൽ മാർച്ച് ചെയ്തിട്ട് അവിടുത്തെ പവർ ക്യാപ്ചർ ചെയ്യാനും ഒരു പ്ലാൻ ഇട്ടു. ഹി ഫെയിൽഡ്, വാസ് അറസ്റ്റഡ്, ട്രൈഡ് ഫോർ ട്രിസൺ ആൻഡ് ലേറ്റർ റിലീസ്ഡ്. അദ്ദേഹം പരാജയപ്പെട്ടു, അറസ്റ്റ് ചെയ്യപ്പെട്ടു, രാജ്യദ്രോഹത്തിനു ശ്രമിച്ചു, അവസാനം വിട്ടയച്ചു. ദ നാസീസ് കുഡ് നോട്ട് എഫക്റ്റീവ്ലി മൊബിലൈസ് പോപ്പുലർ സപ്പോർട്ട് ടിൽ ദ ഏർലി 1930s. നാസീസിന് 1930 തുടക്കം വരെയും പറയത്തക്ക രീതിയിലുള്ള പോപ്പുലർ സപ്പോർട്ടൊന്നും കിട്ടിയിരുന്നില്ല. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ ദാറ്റ് നാസിസം ബിക്കേം എ മാസ് മൂവ്മെൻറ്റ്. ഗ്രേറ്റ് ഡിപ്രഷൻ സമയത്താണ് നാസിസം ഒരു മാസ് മൂവ്മെൻ്റായി മാറിയത്. ആസ് വി ഹാവ് സീൻ ആഫ്റ്റർ 1929, അതായത് 1929 ശേഷം നമ്മൾ കണ്ട പോലെ എന്താ കണ്ടേ? ബാങ്ക്സ് കൊലാപ്സ്, ബാങ്ക്സ് തകർന്നു, ആൻഡ് ബിസിനസ്സസ് ഷട്ട് ഡൗൺ, ബിസിനസ്സുകൾ പൂട്ടി. വർക്കേഴ്സ് ലോസ് ദെയർ ജോബ്സ്, വർക്കേഴ്സിൻ്റെ ജോബ് നഷ്ടമായി. ആൻഡ് ദ മിഡിൽ ക്ലാസ്സസ് വെർ ത്രട്ടൺ വിത്ത് ഡെസ്റ്റിറ്റ്യൂഷൻ. മിഡിൽ ക്ലാസ്സുകാർ, അതായത് മധ്യവർഗീയർ ദാരിദ്ര്യ ഭീഷണി നേരിട്ടു. ഇൻ സച്ച് എ സിറ്റുവേഷൻ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ നാസി പ്രൊപ്പഗാൻഡ സ്റ്റാർഡ് ഹോപ്പ് ഓഫ് എ ബെറ്റർ ഫ്യൂച്ചർ. നാസി പ്രചരണം ആൾക്കാരിൽ ഒരു പ്രതീക്ഷ നൽകി. ഇൻ 1928 the Nazi party got no more than 2.6% votes in the Reichstag, the German parliament. 1928 ജർമ്മൻ പാർലമെൻറ്റായ റീസ്റ്റാഗിൽ നാസി പാർട്ടിക്ക് കിട്ടിയ വോട്ടിൻ്റെ എണ്ണമെന്ന് പറയുന്നത് 2.6% കൂടുതൽ ഉണ്ടായിരുന്നില്ല.
ബൈ 1932 1932ഓടെ ഇറ്റ് ഹാഡ് ബിക്കം ദ ലാർജസ്റ്റ് പാർട്ടി വിത്ത് 37% വോട്ട്സ്. അത് ലാർജസ്റ്റ് പാർട്ടിയായി മാറി. അതായത് നാസി പാർട്ടി ലാർജസ്റ്റ് പാർട്ടിയായി മാറി. ഇപ്പോൾ അവർക്ക് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം എത്രയാണ്? 37% വോട്ട്സ് ആണ് കിട്ടിയത്. ഹിറ്റ്ലർ വാസ് എ പവർഫുൾ സ്പീക്കർ. ഹിറ്റ്ലർ ഒരു പവർഫുൾ സ്പീക്കർ ആയിരുന്നു. ഹിസ് പാഷൻ ആൻഡ് ഹിസ് വേർഡ്സ് മൂവ്ഡ് പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ ഒരു പാഷനും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ആൾക്കാരിൽ ഒരു ചലനം ഉണ്ടാക്കി. ഇനി പറയാൻ പോകുന്ന അദ്ദേഹം ചെയ്ത പ്രോമിസസ് ആണ്. എന്തൊക്കെയാണ് പ്രോമിസ് ചെയ്തേ? ഹി പ്രോമിസ്ഡ് ടു ബിൽഡ് എ സ്ട്രോങ് നേഷൻ. ഒരു സ്ട്രോങ് നേഷൻ ബിൽഡ് ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്തു. അണ്ടു ദ ഇൻജസ്റ്റിസ് ഓഫ് ദ വേഴ്സ്ലീസ് ട്രീറ്റി. വേഴ്സ്ലീസ് ട്രീറ്റിയായിട്ട് ബന്ധപ്പെട്ട അനീതി, അവർ അനുഭവിച്ച അനീതി മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞു. ആൻഡ് റീസ്റ്റോർ ദ ഡിഗ്നിറ്റി ഓഫ് ദ ജർമ്മൻ പീപ്പിൾ. ജർമ്മൻ ആൾക്കാരുടെ ഡിഗ്നിറ്റി പുനഃസ്ഥാപിക്കും, റീസ്റ്റോർ ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ഉറപ്പാക്കും, യുവാക്കളുടെ ഭാവി സുരക്ഷിതമാക്കും. He promised to weed out all foreign influences and resist all foreign conspiracies against Germany. എല്ലാ ഫോറിൻ ഇൻഫ്ലുവൻസസും ഇല്ലാതാക്കുമെന്നും ജർമ്മനിക്കെതിരായ എല്ലാ വിദേശ ഗൂഢാലോചനയും ചെറുക്കുമെന്നും അദ്ദേഹം പ്രോമിസ് ചെയ്തു. ഹിറ്റ്ലർ ഡിവൈസ്ഡ് എ ന്യൂ സ്റ്റൈൽ ഓഫ് പൊളിറ്റിക്സ്. ഹിറ്റ്ലർ പൊളിറ്റിക്സിൻ്റെ പുതിയൊരു സ്റ്റൈല് കണ്ടെത്തി. ഹി അണ്ടർസ്റ്റുഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിച്വൽസ് ആൻഡ് സ്പെക്ടാക്കിൾ ഇൻ മാസ് മൊബിലൈസേഷൻ. അദ്ദേഹം ആചാരങ്ങളെക്കുറിച്ചും അതേപോലെ മാസ് മൊബിലൈസേഷൻ്റെ ആവശ്യകതയെക്കുറിച്ചും മനസ്സിലാക്കി. നാസീസ് ഹെൽഡ് മാസീവ് റാലീസ്. നാസീസ് വലിയ തോതിൽ റാലീസ് കണ്ടക്ട് ചെയ്തു. And public meeting to demonstrate the support for Hitler and instill a sense of unity among the people. ഹിറ്റ്ലറിനുള്ള പിന്തുണ പ്രകടിപ്പിക്കുന്നതിനും ജനങ്ങൾക്കിടയിലുള്ള ഐക്യബോധം, a sense of unity വളർത്തുന്നതിനുമുള്ള പൊതുയോഗങ്ങളും ചെയ്തു. The red banners with the swastika, the Nazi salute and the ritualized round of applause after the speeches were all part of the spectacle of power. സ്വാസ്തിക വധിച്ച ചുവന്ന ബാനറുകൾ, നാസി സല്യൂട്ട്, സ്പീച്ചിനു ശേഷമുള്ള ആചാരപരമായ കരഘോഷങ്ങൾ എന്നിവയെല്ലാം അധികാരത്തിൻ്റെ ഈ കാഴ്ചയുടെ ഭാഗമായിരുന്നു. Nazi propaganda skillfully projected Hitler as a messiah, a savior, as someone who had arrived to deliver people from their distress. നാസി പ്രചരണം ഹിറ്റ്ലറെ ഒരു മിശിഹാവായും ഒരു രക്ഷകനായും ആൾക്കാരെ അവരുടെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കുന്നവനായും അവതരിപ്പിച്ചു. It is an image that captured the imagination of a people whose sense of dignity and pride had been shattered and who were living in a time of acute economic and political crisis. അതായത് മാന്യതയും അഭിമാനവും തകർന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ കടുത്ത പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ജനതയുടെ ഭാവനയെ പകർത്തിയ ഒരു ചിത്രം തന്നെയായിരുന്നു. അതായത് ആൾക്കാർ ഇങ്ങനെ ഒരാളെ തന്നെയായിരുന്നു തിരഞ്ഞുകൊണ്ടിരുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് ഹിറ്റ്ലർ അധികാരത്തിൽ വരാനുണ്ടായിരുന്ന പശ്ചാത്തലമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഹിറ്റ്ലർ അധികാരത്തിൽ വന്നത് എങ്ങനെയെന്നാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡിസ്ട്രക്ഷൻ ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ നാശം. ഓൺ 13 ജാനുവരി 1933 1933 ജനുവരി 30 പ്രസിഡന്റ് ഹിൻഡർബർഗ് ഓഫേർഡ് ദ ചാൻസലർഷിപ്പ്, ദ ഹയസ്റ്റ് പൊസിഷൻ ഇൻ ദ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ്, ടു ഹിറ്റ്ലർ. പ്രസിഡന്റ് ഹിൻഡർബർഗ് മന്ത്രിമാരുടെ മന്ത്രിസഭയിലെ ഏറ്റവും ഉയർന്ന പദവിയായ ചാൻസലർഷിപ്പ് ഹിറ്റ്ലറിന് വാഗ്ദാനം ചെയ്തു. അപ്പോൾ എന്താ, ബൈ നൗ നാസീസ് ഹാഡ് മാനേജ് ടു റാലി ദ കോൺസർവേറ്റീവ്സ് ടു ദെയർ കോസ്. അപ്പോഴേക്കും കോൺസർവേറ്റീവ്സുകാരെ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അണിനിരത്താനായിട്ട് നാസികൾക്ക് കഴിഞ്ഞു.
ഹാവിങ് അക്വയർഡ് പവർ, അതായത് പവർ കിട്ടിയപ്പോഴേക്കും എന്താ അവസ്ഥ? ഹിറ്റ്ലറിൻ്റെ സ്വഭാവം അങ്ങ് മാറി. എന്തായി? ഹിറ്റ്ലർ സെറ്റ് ഔട്ട് ടു ഡിസ്മാൻറ്റിൽ ദ സ്ട്രക്ചർ ഓഫ് ഡെമോക്രാറ്റിക് റൂൾ. അതായത് ഹിറ്റ്ലർ ഡെമോക്രാറ്റിക് റൂളിൻ്റെ സ്ട്രക്ചർ തന്നെ തകർക്കാനായിട്ട് തുടങ്ങി. A mysterious fire that broke out in German Parliament building in February facilitated his move. അതായത് ദുരൂഹമായ ഒരു തീപിടുത്തം ഉണ്ടായി. എവിടെ ഉണ്ടായേ? ജർമ്മൻ പാർലമെൻറ്റ് ബിൽഡിങ്ങിൽ. എന്ന്? ഫെബ്രുവരിയിൽ. ഇങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോഴേക്കും ഹിറ്റ്ലറിന് അതൊരു തുറുപ്പ് ചീട്ടായി. ഈ ഒരു സംഭവത്തെ തുടർന്ന് എന്താ സംഭവിച്ചേ? The fire decree of 28 February 1933 indefinitely suspended civic rights like freedom of speech, press and assembly that had been guaranteed by the Weimar Constitution. വിയാമർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്ത ചില റൈറ്റ്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ റൈറ്റ്സ്? ഫ്രീഡം ഓഫ് സ്പീച്ച്, പ്രസ്, അസംബ്ലി. ഇതെല്ലാം തന്നെ 1933 ഫെബ്രുവരി 28 ഫയർ ഡിക്രി പ്രകാരം അനിശ്ചിത കാലത്തേക്ക് റദ്ദാക്കി. ഓക്കെ, ഈ റൈറ്റ്സ് ഒന്നും ഇനി കിട്ടില്ല അവർക്ക്, അവിടുത്തെ ജനങ്ങൾക്ക്. ഓക്കെ. Then he turned on his arch enemies, the communists, most of whom were hurriedly packed off to the newly established concentration camp. എന്നിട്ട് അതിനുശേഷം തൻ്റെ ബദ്ധ ശത്രുക്കളായ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ നേരെ തിരിഞ്ഞു. അവരിൽ ഭൂരിഭാഗവും പുതിയതായി സ്ഥാപിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെട്ടു. The repression of the communists were severe. കമ്മ്യൂണിസ്റ്റുകാരുടെ അടിച്ചമർത്തൽ കഠിനമായിരുന്നു. Out of the surviving 6,808 arrest files of Düsseldorf, a small city of 500,000 population, 1,440 were those of communists alone. ഇവിടെ എന്താ പറയണേ? ഇവിടെ പറയാണ് 1,00,000 ജനസംഖ്യയുള്ള ഒരു ചെറിയ നഗരമായ ഡ്യൂസൽഡോഫിൽ അവശേഷിക്കുന്ന 6,808 അറസ്റ്റ് ഫയലുകളിൽ 1,440 എണ്ണം കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രമായിരുന്നു. They were, however, only one among the 52 types of victims persecuted by the Nazis across the country. എന്നിരുന്നാലും രാജ്യത്തിൽ ഉടനീളം നാസികളാൽ ചൂഷണത്തിനിരയായ 52 തരം വിക്ടിംസിൽ ഒരു തരം മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. On 3 March 1933, the famous Enabling Act was passed. 1933 മാർച്ച് 3-ാം തീയതിയാണ് ഫേമസ് ആയ ഇനേബിളിംഗ് ആക്ട് പാസ്സായത്. ദിസ് ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ ജർമ്മനി. ഈ ഒരു ആക്റ്റാണ് ജർമ്മനിയിൽ ഡിക്റ്റേറ്റർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇറ്റ് ഗേവ് ഹിറ്റ്ലർ ഓൾ പവേഴ്സ് ടു സൈഡ്ലൈൻ പാർലമെൻറ്റ് ആൻഡ് റൂൾ ബൈ ഡിക്രി. അതായത് ഡെമോക്രാറ്റിക് സിസ്റ്റം മാറിയിട്ട് ഡിക്റ്റേറ്റർഷിപ്പ് വന്നതോടെ എന്താ സംഭവിച്ചേ? ഹിറ്റ്ലറിന് എല്ലാ പവേഴ്സും കിട്ടി. അതായത് ഹിറ്റ്ലറിന് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? പാർലമെൻറ്റിനെ മാറ്റി നിർത്താനും ഉത്തരവിലൂടെ ഭരിക്കാനുമുള്ള അധികാരം കിട്ടി. All political parties and trade unions were banned except for the Nazi Party and its affiliates. നാസി പാർട്ടിയും അതിൻ്റെ അഫിലിയേറ്റ്സിനെയും ഒഴിച്ച് ബാക്കി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും ട്രേഡ് യൂണിയൻസിനെയും ബാൻ ചെയ്തു. The state established complete control over the economy, media, army and judiciary. ഇപ്പം എന്താ അവസ്ഥ? സ്റ്റേറ്റ് അതിൻ്റെ ഫുൾ കൺട്രോള് അതിൻ്റെ രാജ്യത്തിൻ്റെ എക്കോണമിയിലും മീഡിയയിലും ആർമിയിലും ജുഡീഷ്യറിയിലും സ്ഥാപിച്ചു.
Special surveillance and security forces were created to control and order societies in ways that the Nazis wanted. നാസികൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യാനും ഓർഡർ ചെയ്യാനും, അതായത് ക്രമപ്പെടുത്താനും സ്പെഷ്യൽ സർവീലൻസും സെക്യൂരിറ്റി ഫോഴ്സസും സൃഷ്ടിച്ചു, ക്രിയേറ്റ് ചെയ്തു. Apart from the already existing regular police in green uniform and the SA or the stormtroopers, this included the Gestapo. Gestapo എന്നാൽ Secret State Police, the SS എന്നാൽ the Protection Squads, Criminal Police and the Security Service, അതായത് SD. ഓക്കെ, പറയാണ് പച്ച യൂണിഫോമിൽ നിലവിലുള്ള പതിവ് പോലീസും SA അല്ലെങ്കിൽ സ്റ്റോം ട്രൂപ്പേഴ്സും കൂടാതെ ഇതിൽ ഗെസ്റ്റപ്പോ, അതായത് രഹസ്യ സംസ്ഥാന പോലീസ്, സീക്രട്ട് സ്റ്റേറ്റ് പോലീസ്, SS പ്രൊട്ടക്ഷൻ സ്ക്വാഡുകൾ, ക്രിമിനൽ പോലീസ്, സെക്യൂരിറ്റി സർവീസ് എന്നിവ ഉൾപ്പെടുന്നു. അതായത് ഈ ഒരു സ്പെഷ്യൽ സർവീലൻസ് ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സസിനകത്ത് വരുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, it was the extra constitutional powers of these newly organized forces that gave the Nazi state its reputation as the most dreaded criminal state. അതായത് ഇവിടെ പറയാണ് നാസി സ്റ്റേറ്റിന് അതിൻ്റെ റെപ്യൂട്ടേഷനായിട്ട് മോസ്റ്റ് ഡ്രെഡഡ് ക്രിമിനൽ സ്റ്റേറ്റ് എന്ന ഖ്യാതി ലഭിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? it was the extra constitutional power of these newly organized forces. അതായത് പുതുതായിട്ട് ഓർഗനൈസ് ചെയ്ത ഫോഴ്സസിൻ്റെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ആയിരുന്നു. People could now be detained in Gestapo torture chambers, rounded up and sent to concentration camps, deported at will or arrested without any legal procedure. അതായത് ആളുകളെ ഇപ്പോൾ ഗെസ്റ്റപ്പോയിലെ പീഡന മുറികളിലും അതേപോലെ തടങ്കലിലാക്കുകയും അതേപോലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അയക്കുകയും അതേപോലെ അവരുടെ ആഗ്രഹമില്ലാതെ അല്ലെങ്കിൽ ലീഗൽ പ്രൊസീജിയർ ഒന്നുമില്ലാണ്ട് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. The police forces acquired power to rule this impunity. ശിക്ഷയില്ലാതെ ഭരിക്കാനുള്ള അധികാരം പോലീസ് സേനയ്ക്ക് ലഭിച്ചു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് റീകൺസ്ട്രക്ഷൻ, പുനർനിർമ്മാണം. ഹിറ്റ്ലർ അസൈൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എക്കണോമിക് റിക്കവറി. ഹിറ്റ്ലർ എക്കണോമിക് റിക്കവറിയുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം തന്നെ കൊടുത്തിരുന്ന ആർക്കാണ്? എക്കണോമിസ്റ്റായ ഹജൽമാർ ഷഷനാണ്. who aimed at full production and full employment through a state-funded work creation program. അദ്ദേഹമാണെങ്കിലോ സ്റ്റേറ്റ് ഫണ്ടഡ് വർക്ക് ക്രിയേഷൻ പ്രോഗ്രാമിലൂടെ ഫുൾ പ്രൊഡക്ഷനും ഫുൾ എംപ്ലോയ്മെൻറ്റും എയിം ചെയ്തു. This project produced the famous German super highways and the people's car, the Volkswagen. ഈ ഒരു പ്രൊജക്റ്റ് പ്രശസ്ത ജർമ്മൻ സൂപ്പർ ഹൈവേകളും ജനങ്ങളുടെ കാറായ വോക്സ് വാഗനും നിർമ്മിച്ചു. In foreign policy also Hitler acquired quick successes. വിദേശ നയത്തിലും ഹിറ്റ്ലർ പെട്ടെന്നുള്ള വിജയങ്ങൾ നേടി. In foreign policy also Hitler acquired quick successes. വിദേശ നയത്തിലും ഹിറ്റ്ലർ പെട്ടെന്നുള്ള വിജയങ്ങൾ നേടി. He pulled out the League of Nations in 1933. 1933 അദ്ദേഹം ലീഗ് ഓഫ് നേഷൻസിൽ നിന്ന് പിന്മാറി. Reoccupied the Rhineland in 1936. 1936 റൈൻലാൻഡ് തിരിച്ചു ഒക്കുപ്പൈ ചെയ്തു. And integrated Austria and Germany in 1938 under the slogan. താഴെ കൊടുത്തിരിക്കുന്ന സ്ലോഗനിലൂടെ 1938 ഓസ്ട്രിയയും ജർമ്മനിയെയും ഒരുമിപ്പിച്ചു. എന്തായിരുന്നു ആ സ്ലോഗൻ? വൺ പീപ്പിൾ, വൺ എംപയർ ആൻഡ് വൺ ലീഡർ. ഒരു ജനത, ഒരു സാമ്രാജ്യം, ഒരു നേതാവ്. He then went on to wrest German speaking Sudetenland from Czechoslovakia. എന്നിട്ട് തുടർന്ന് അദ്ദേഹം ചെക്കോസ്ലാവിയയിൽ നിന്ന് ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കുന്ന സുഡൻലാൻഡിനെ
പിടിച്ചെടുക്കാനായിട്ട് പോയി. ആൻഡ് ഗോബിൾഡ് അപ്പ് ദ എൻറ്റയർ കൺട്രി. എന്നിട്ടോ രാജ്യം മുഴുവൻ കൊള്ളയടിച്ചു. In all of this, he had the unspoken support of England, which had considered the Versailles verdict too harsh. അതായത് വേഴ്സലീസ് വേർഡിക്റ്റ് ടു ഹാർഷായിട്ട് കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള സമീപനമായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതായത് ഹിറ്റ്ലറിന് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സപ്പോർട്ടായിരുന്നു ഇംഗ്ലണ്ട് കൊടുത്തിരുന്നത്. These quick successes at home and abroad seem to reverse the destiny of the country. ഈ ഒരു വിജയം, പെട്ടെന്നുള്ള ഒരു വിജയം സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും രാജ്യത്തിൻ്റെ വിധിയെ തന്നെ മാറ്റിമറിക്കുന്നതായിട്ട് തോന്നി. ഹിറ്റ്ലർ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഹിയർ. ഹിറ്റ്ലർ ഇവിടം കൊണ്ട് നിർത്തിയില്ല. സാഷറ്റ് ഹാഡ് അഡ്വൈസ്ഡ് Hitler against investing hugely in rearmament as the state still ran on deficit financing. ആട്ടെ, ഈ സാഷറ്റ് ഹിറ്റ്ലറിനെ എന്താണ് ഉപദേശിച്ചത്? ഹിറ്റ്ലറിനോട് പറഞ്ഞു, ആദ്യം തന്നെ നമ്മൾ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്, ഇനിയും വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യല്ലേ എന്ന്. കോഷ്യസ് പീപ്പിൾ ഹൗവർ ഹാഡ് നോ പ്ലേസ് ഇൻ നാസി ജർമ്മനി. നാസി ജർമ്മനിയിൽ ജാഗ്രതയുള്ള ആൾക്കാർക്ക് യാതൊരുവിധ സ്ഥാനവും ഉണ്ടായിരുന്നില്ല. സാഷറ്റ് ഹാഡ് ടു ലീവ്. അതുകൊണ്ട് തന്നെ സാഷറ്റിന് എന്ത് ചെയ്യേണ്ടി വന്നു? ഇറങ്ങേണ്ടി വന്നു. ഹിറ്റ്ലർ ചൂസ് വാർ ആസ് ദ വേ ഔട്ട് ഓഫ് ദ അപ്രോച്ചിങ് എക്കണോമിക് ക്രൈസിസ്. അതായത് വരുന്ന എക്കണോമിക് ക്രൈസിസിനെ ഓവർകം ചെയ്യാനായിട്ട് ഹിറ്റ്ലർ ചൂസ് ചെയ്ത രീതി എന്തായിരുന്നു? യുദ്ധമായിരുന്നു. Resources were to be accumulated through expansion of territories. ടെറിട്ടറീസിൻ്റെ എക്സ്പാൻഷനിലൂടെ വേണം റിസോഴ്സസ് ശേഖരിക്കാൻ. ഇൻ സെപ്റ്റംബർ 1939 ജർമ്മനി ഇൻവേഡഡ് പോളണ്ട്. 1939 സെപ്റ്റംബറിൽ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. ദിസ് സ്റ്റാർട്ടഡ് എ വാർ വിത്ത് ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്. ഇതിലൂടെയാണ് ഒരു യുദ്ധം സ്റ്റാർട്ടായത്. ആരൊക്കെ തമ്മിലുള്ള യുദ്ധമാണ്? ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം. In September 1940, a tripartite pact was signed between Germany, Italy and Japan, strengthening Hitler's claim to international power. സെപ്റ്റംബർ 1940 ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്ന് ഒരു ത്രികക്ഷി ഉടമ്പടി ഒപ്പുവെച്ചു. അതിലൂടെ എന്താ സംഭവിച്ചത്? ഇൻ്റർനാഷണൽ പവറിലുള്ള ഹിറ്റ്ലറിൻ്റെ ക്ലെയിം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഉദ്ദേശ്യം. പപ്പറ്റ് റെജീംസ് സപ്പോർട്ടീവ് ഓഫ് നാസി ജർമ്മനി വെർ ഇൻസ്റ്റോൾഡ് ഇൻ എ ലാർജ് പാർട്ട് ഓഫ് യൂറോപ്പ്. നാസി ജർമ്മനിയെ പിന്തുണയ്ക്കുന്ന പാവ ഭരണകൂടങ്ങൾ യൂറോപ്പിൻ്റെ വലിയൊരു ഭാഗത്ത് സ്ഥാപിക്കപ്പെട്ടു. ബൈ ദ എൻഡ് ഓഫ് 1940, 1940 അവസാനത്തോടെ ഹിറ്റ്ലർ വാസ് അറ്റ് ദ പിനാക്കിൾ ഓഫ് ഹിസ് പവർ. ഹിറ്റ്ലർ അധികാരത്തിൻ്റെ പരകോടിയിലെത്തി, അതായത് പവർഫുൾ പേഴ്സണായിട്ട് മാറി. Hitler now moved to achieve his long-term aim of conquering Eastern Europe. അതായത് ഹിറ്റ്ലറിന് പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു എന്ത്? ഈസ്റ്റേൺ യൂറോപ്പിനെ പിടിച്ചെടുക്കുക എന്ന്. അതായിരുന്നു ലോങ് ടേം എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഹിറ്റ്ലർ അത് അച്ചീവ് ചെയ്യാനായിട്ട് നീങ്ങി. He wanted to ensure food supplies and living space for ജർമ്മൻകാർക്ക് ഭക്ഷണ വിതരണവും താമസ സ്ഥലവും ഉറപ്പാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതായത് ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ഹിറ്റ്ലറിൻ്റെ ആൾക്കാരെ മാത്രമായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. മറ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിളിന് ഒരു പ്രാധാന്യവും അദ്ദേഹം കൊടുത്തിരുന്നില്ല. ഓക്കെ, ഹി അറ്റാക്ക്ഡ് ദ സോവിയറ്റ് യൂണിയൻ ഇൻ ജൂൺ 1941. 1941 ജൂണിൽ അദ്ദേഹം സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു. In this historic blunder, Hitler exposed the German Western Front
to British aerial bombing and the Eastern Front to the powerful Soviet armies. ഈ ചരിത്രപരമായ മണ്ടത്തരത്തിൽ ഹിറ്റ്ലർ ജർമ്മൻ പടിഞ്ഞാറൻ മുന്നണിയെ ബ്രിട്ടീഷ് വ്യോമാക്രമണത്തിനും കിഴക്കൻ മുന്നണിയെ ശക്തമായ സോവിയറ്റ് സൈന്യത്തിന് മുന്നിൽ തുറന്നുകാട്ടി. അങ്ങനെ ഒരു വിഡ്ഢിത്തം അദ്ദേഹം ചെയ്തു. The Soviet Red Army inflicted a crushing and humiliating defeat on Germany at Stalingrad. സോവിയറ്റ് റെഡ് ആർമി സ്റ്റാലിൻഗ്രാഡിൽ വെച്ച് ജർമ്മനിക്ക് മേൽ വളരെ ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റാണ് നേരിട്ടത്. എന്താ സംഭവിച്ചേ? After this, the Soviet Red Army hounded out the retreating German soldiers until they reached the heart of Berlin, establishing Soviet hegemony over the entire Eastern Europe for half a century thereafter. അതായത് ഇവിടെ പറയാണ്, ഇതിനു ശേഷം സോവിയറ്റ് റെഡ് ആർമി പിൻവാങ്ങുന്ന ജർമ്മൻ സൈനികരെ ബെർലിൻ്റെ ഹൃദയഭാഗത്ത് എത്തുന്നവരെയും വേട്ടയാടി, അവിടേക്ക് വരുന്നവരെ എല്ലാം എന്താണ് ഉപദ്രവിച്ചു. അതിനുശേഷം establishing Soviet hegemony over the entire Eastern Europe for half a century thereafter. അതിനുശേഷം അരനൂറ്റാണ്ടോളം കിഴക്കൻ യൂറോപ്പിൽ ഉടനീളം സോവിയറ്റ് ആധിപത്യം സ്ഥാപിച്ചു. Meanwhile, the USA had resisted involvement in the war. അതേസമയം USA യുദ്ധത്തിൽ നിന്ന് പിന്മാറി. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ വോറിൽ ഇൻവോൾവ് ആകില്ല. എന്തായിരുന്നു കാരണം? ഇറ്റ് വാസ് അൺവില്ലിങ് to once again face all the economic problems that the First World War had caused. ഒന്നാം ലോക മഹായുദ്ധം കൊണ്ട് ഉണ്ടായ ഫിനാൻഷ്യൽ ക്രൈസിസ്, എക്കണോമിക് പ്രോബ്ലംസ് അവർ ശരിക്ക് ഫേസ് ചെയ്തതാണ്, അവർ ശരിക്കും അനുഭവിച്ചതാണ്. ഇനി ഒന്നുകൂടെ അതൊക്കെ തന്നെ ഫേസ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. ബട്ട് ഇറ്റ് കുഡ് നോട്ട് സ്റ്റേ ഔട്ട് ഓഫ് ദ വാർ ഫോർ ലോങ്. നീണ്ട കാലം വരെയും അവർക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിൽക്കാനായിട്ട് സാധിച്ചില്ല. എന്തായിരുന്നു കാരണം? ജപ്പാൻ വാസ് എക്സ്പാൻഡിങ് ഇറ്റ്സ് പവർ ഇൻ ദ ഈസ്റ്റ്. ജപ്പാൻ ഈസ്റ്റിലേക്ക് അവരുടെ പവർ എക്സ്പാൻഡ് ചെയ്യുകയായിരുന്നു. ഇറ്റ് ഹാഡ് ഒക്കുപ്പൈഡ് ഫ്രഞ്ച് ഇൻഡോ ചൈന ആൻഡ് വാസ് പ്ലാനിങ് അറ്റാക്സ് ഓൺ US നേവൽ ബേസ് ഇൻ ദ പസഫിക്. ജപ്പാൻകാർ എന്താ ചെയ്തത്? ജപ്പാൻകാർ ഫ്രഞ്ച് ഇൻഡോ ചൈന ഒക്കുപ്പൈ ചെയ്തു. അതുപോലെ US നേവൽ ബേസ്, അതായത് പസഫിക്കിലെ US നേവൽ ബേസിനെ അറ്റാക്ക് ചെയ്യാനായിട്ടും പ്ലാൻ ചെയ്തു. When Japan extended its support to Hitler and bombed the US base at Pearl Harbor, the US entered the Second World War. ജപ്പാൻ എപ്പോഴാണോ അവരുടെ സപ്പോർട്ട് ഹിറ്റ്ലറിന് എക്സ്റ്റെൻഡ് ചെയ്തത്, അതുപോലെ US ബേസായ പേൾ ഹാർബറിൽ ബോംബിട്ടത്, അങ്ങനെ US എന്ത് ചെയ്തു? സെക്കൻഡ് വേൾഡ് വാറിന് സാക്ഷിയായി, സെക്കൻഡ് വേൾഡ് വാറിലേക്ക് എത്തി. The war ended in May 1945 with Hitler's defeat. ഹിറ്റ്ലറിൻ്റെ പരാജയത്തോടെയാണ് 1945 മെയ്യിൽ വാർ അവസാനിച്ചത്. And the US dropping of the atom bomb on Hiroshima in Japan. അങ്ങനെ US എന്ത് ചെയ്തു? ജപ്പാനിലെ ഹിരോഷിമയിൽ ആറ്റം ബോംബ് ഇട്ടു. അതുപോലെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ജപ്പാനിലെ ഹിരോഷിമയിൽ US ആറ്റം ബോംബ് ഇടാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ജപ്പാന് US ബേസായ പേൾ ഹാർബറിൽ ബോംബിട്ടു. From this brief account of what happened in the Second World War, സെക്കൻഡ് വേൾഡ് വാറിൽ നടന്നത് എന്താണെന്നുള്ള ഒരു ബ്രീഫ് അക്കൗണ്ടിൽ നിന്ന് we now return to ഹെൽമത്ത്. ഇനി നമുക്ക് ഹെൽമത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. ആൻഡ് ഹിസ് ഫാദർ സ്റ്റോറി, ഹെൽമത്തും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും സ്റ്റോറിയിലേക്ക് മടങ്ങാം. ആ സ്റ്റോറി ഓഫ് നാസി ക്രിമിനാലിറ്റി ഡ്യൂറിങ് ദ വാർ. ഇതിനെക്കുറിച്ചുള്ള സ്റ്റോറിയാണ് നാസി ക്രിമിനാലിറ്റി ഡ്യൂറിങ് ദ വാർ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക.
എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്